കേരള തീരത്ത് മുങ്ങിയ MSC എൽസ-3 കപ്പലിൽ നിന്ന് ഇന്ധനവും അപകടകരമായ രാസവസ്തുക്കളുടെ അടങ്ങിയ കണ്ടെയ്നറുകളും കരയ്ക്കെത്തിക്കാനുള്ള സാൽവേജ് ഓപ്പറേഷൻ ഉടൻ തുടങ്ങും. മെർക്ക് എന്ന സിംഗപ്പൂർ കമ്പനിയുടെ 70-അംഗ സംഘം ഇതിനായി കൊല്ലത്തെത്തി. മുങ്ങിയ കപ്പലിൽ നിന്ന് ബാരലിൽ ശേഖരിക്കുന്ന ഇന്ധനവും കണ്ടെയ്നറുകളും ബാർജുകളിൽ കൊല്ലം പോർട്ടിൽ എത്തിക്കും. MSC എൽസ കപ്പലിൽ നിന്ന് കടൽ പതിച്ച എണ്ണയും കപ്പലിലെ ഓയിലും രാസവസ്തുക്കളും അടങ്ങിയ കണ്ടെയ്നറും നീക്കം ചെയ്യാനുള്ള ദൌത്യമാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം പോർട്ടിൽ തീരസേവനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. സാൽവേജ് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന വിദഗ്ധർ കപ്പൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും. ഇതിനായി മെർക്ക് എന്ന സിംഗപ്പൂർ കമ്പനിയുടെ 70-അംഗ സംഘം കൊല്ലത്തെത്തി. 60ഓളം ടെക്നീഷ്യൻസ്, ഡൈവേഴ്സ് അടക്കമുള്ള ടെക്നീഷ്യൻസ്, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇവിടെ നിന്ന് കടലിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഉണ്ട് ഇവിടെ. ഇതിപ്പം 3 ദിവസം കഴിഞ്ഞ് അവർ പോകും. പിന്നെ അവിടെ ആളുകളെ ഇറക്കി അവിടെ ഈ ഓപ്പറേഷൻ കുറച്ച് ദിവസം ഈ ഡൈവേഴ്സ് അവിടെ നിൽക്കും. പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ അതിനുശേഷം വേറെ ടെക്നീഷ്യൻസിനെ കൊണ്ട് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആയിരിക്കും അത്. ഇതിനു പുറമെ സാൽവേജ് ഓപ്പറേഷൻ എത്തിച്ച കൂറ്റൻ കപ്പലിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണവും കുടിവെള്ളവും തുടങ്ങിയ എത്തിക്കുന്നതും കൊല്ലം പോർട്ടിൽ നിന്നാകും. കപ്പൽ മുങ്ങിയ ഭാഗത്തേക്ക് ബോട്ടുകളും മറ്റ് കപ്പലുകളും എത്താതിരിക്കാൻ നിലവിൽ ബാർജറുകൾ റോന്തു ചുറ്റുന്നുണ്ട്. ഇവയും ബങ്കറിന് കുടിവെള്ളം, ഭക്ഷണം എന്നിവ ശേഖരിക്കാനും കൊല്ലം പോർട്ടിൽ നിരന്തരം എത്തും. കൊല്ലം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഇതാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും, നമുക്കിവിടെ ഇമിഗ്രേഷനും കസ്റ്റംസും പോർട്ട് ഹെൽത്ത് എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെ കൊല്ലം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സാൽവേജ് ഓപ്പറേഷൻ പൂർത്തിയാകുന്നതുവരെ എമിഗ്രേഷൻ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ താൽക്കാലികമായും നിയമിക്കും. കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും കൊല്ലം പോർട്ടിലാണ് സംഭരിച്ചിരിക്കുന്നത്. 24 കൊല്ലം.